നമ്മുടെ കേരള PSC വഴി ഒരു നോട്ടിഫിക്കേഷൻ വാച്ച്മാൻ പോസ്റ്റിലേക്ക് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അപേക്ഷിക്കാനുള്ള യോഗ്യത മിനിമം 7ാം ക്ലാസ് ആയിരുന്നു. എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ പലർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ള ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു പോസ്റ്റിന് മാത്രമല്ല, എല്ലാ പോസ്റ്റുകൾക്കും, നിലവിലുള്ള എല്ലാ പോസ്റ്റുകൾക്കും, ഇനി വരാൻ പോകുന്ന എല്ലാ പോസ്റ്റുകൾക്കും ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിയൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പിന്നെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. ആദ്യം നിങ്ങൾ വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അത് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ PSCൻ്റെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. PSC തുളസി ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനൊരു ഇൻ്റർഫേസിൽ നിങ്ങൾ എത്തിച്ചേരും. അവിടെ നിങ്ങൾ ചെയ്യേണ്ട, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് യൂസർ ID എൻ്റർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അത് എൻ്റർ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ക്യാപ്ച കോഡ് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യണം. എന്നിട്ട് ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പാസ്വേഡ് മറന്നിട്ടുണ്ട്, ഫോർഗോട്ട് പാസ്വേഡ് ഉണ്ട്. നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്തായാലും ഇവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ അറിയില്ലെന്നാണെങ്കിൽ പലരും ചോദിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം തേടാവുന്നതാണ്. അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ മറ്റുള്ള കമ്പ്യൂട്ടർ കഫേയിലോ പോയി നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വളരെ അനായാസമായിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. സോ നിലവിൽ ചെയ്യേണ്ടത് യൂസർ ID പാസ്വേഡ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം ലോഗിൻ ചെയ്തിട്ടാണ് നിങ്ങൾ ഇനി അടുത്ത പേജ് കാണിക്കാനായിട്ട് പോകുന്നത്. സോ അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ ഇവിടെ OTP ജനറേറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സെൻഡ് OTP എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ, പിന്നെ ഇമെയിൽ ID, അതിലേക്കെല്ലാം നിങ്ങൾക്ക് ഒരു OTP ലഭിക്കുന്നതായിരിക്കും. ഇവിടെ സെൻഡ് OTP കൊടുക്കുകയാണ്. സോ സെൻഡ് OTP കൊടുത്തു കഴിഞ്ഞാൽ OTP എൻ്റർ ചെയ്യേണ്ട ഓപ്ഷനാണ് വരുന്നത്. OTP വരുന്നവരെ നമ്മൾ കാത്തിരിക്കണം. OTP വന്നു, വെരിഫൈ ഓപ്ഷൻ കൊടുത്ത് നമ്മൾ സൈറ്റിലേക്ക് കയറി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യാനുള്ള സ്ഥലം കാണാൻ സാധിക്കും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 52/2025 ആണ്. ഇനി നിങ്ങൾക്ക് ഓർമ്മയില്ല എന്നാണെങ്കിൽ ഈ ഒരു പോസ്റ്റ് നമുക്ക് സ്റ്റേറ്റ് വൈഡ് ജനറൽ കാറ്റഗറി ലഭിക്കുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് ഈ പോസ്റ്റ് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. അവിടെ ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞാൽ വാച്ച്മാൻ പോസ്റ്റ് 21 21/2025 പോസ്റ്റ് വരുന്നത്. സോ അതിൽ നമ്മുടെ ചെക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഇല്ലേ, അവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്നെലിജിബിൾ എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. യോഗ്യത അനുസരിച്ച് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഐ ആം ഇന്നെലിജിബിൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഇല്ല, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്ലൈ ഇക്വവാലൻറ്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 7ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ചിലപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. അത് ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഇക്വവാലൻ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടോ അപ്ലൈ ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു ഓപ്ഷനാണ് വരുന്നത്. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്, നമുക്ക് തൊട്ടിപ്പുറമായിട്ടൊരു ഫോട്ടോഗ്രാഫ് ഉണ്ടാവും. ആ ഫോട്ടോഗ്രാഫിൽ നിങ്ങളുടെ പേര് എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇവിടെ എൻ്റർ ചെയ്യണം. അതേ ഫോട്ടോഗ്രാഫിൻ്റെ അടിയിലായിട്ടൊരു ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റ് കൃത്യമായിട്ട് ഇവിടെ തെറ്റാതെ എൻ്റർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് കൃത്യമായി നിങ്ങൾ ചെയ്യുക. സോ അത് കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ കുറച്ച് ബോക്സ് കാണാൻ സാധിക്കും. ആ ബോക്സുകളൊക്കെ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. സോ പിന്നീട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കും കാണിക്കുക. ഫോട്ടോ, ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള എല്ലാം കാണിക്കും. കുറച്ചിവിടെ ഞാൻ സ്ക്രീനിൽ മൊത്തത്തിൽ കാണിക്കാതെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്. എന്തായാലും അത് ഹൈഡ് ചെയ്യേണ്ട, മാസ്ക് ചെയ്യേണ്ട വരും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് പോലെ ഇവിടെ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്, ഇങ്ങനൊരു സ്ക്രീന് വന്നു കഴിഞ്ഞാൽ, ഇങ്ങനൊരു വെബ്സൈറ്റിൽ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഈ ഒരു പോസ്റ്റിന് എലിജിബിൾ ആണോ എന്ന് ചോദിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. ആർ യു ക്വാളിഫൈഡ് ഫോർ ദി പോസ്റ്റ് ആസ് പെർ ദി നോട്ടിഫിക്കേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്തായാലും നിങ്ങൾ അപേക്ഷിക്കാൻ വരുന്ന എലിജിബിൾ ആയിട്ടാണല്ലോ, എസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ക്ലിക്ക് ആവത്തില്ല. അതിനും വഴിയുണ്ട്, അത് കൃത്യമായി പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ മൗസ് ക്രൂസർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ, ടച്ച് പാഡ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അതിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻ, ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ പെർമിഷൻസും കാര്യങ്ങളൊക്കെ അലോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടച്ച് പാഡ് ലഭിക്കുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് ടച്ച് പാഡ് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ടച്ച് പാഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം,
കൃത്യമായിട്ട് ഇവിടെ ഓക്കെ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അവിടെ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നേരത്തെ എസ് ഓർ നോ കൊടുക്കാനുള്ള ആ ഒരു ഭാഗത്ത് ഇപ്പോൾ എസ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടച്ച് പാഡ് നമുക്ക് വർക്ക് ചെയ്ത് കാണിക്കുന്നതാണ്. അവിടെ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കാണുന്നത് കൊണ്ടാണ് അത് കാണിക്കാതിരുന്നത്. മുന്നോട്ടേക്ക് കൃത്യമായിട്ട് ടച്ച് പാഡ് യൂസ് ചെയ്യുന്ന ഇനിയും കാണിച്ചു തരാം. പിന്നെ ഇവിടെ നിങ്ങൾ 7ാം ക്ലാസ് തത്തുല്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണല്ലോ കൊടുത്തത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യോഗ്യത എന്തൊക്കെ യോഗ്യത നിങ്ങൾ PSCയിൽ ആഡ് ചെയ്തിട്ടുണ്ടോ, 10 ഉണ്ടോ അല്ലെങ്കിൽ +2 ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടോ, ഏതെങ്കിലും എന്തൊക്കെ യോഗ്യത നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ITI ഉണ്ടോ, ഏതൊക്കെ യോഗ്യത ആഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതൊക്കെ ഇവിടെ ഷോ ചെയ്ത് കാണിക്കും. അപ്പോൾ അതിൽ 10th +2 അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹയർ ക്വാളിഫിക്കേഷനോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. 10th വെച്ച് അപേക്ഷിച്ചാൽ മതി. 10th ഹയർ ക്വാളിഫിക്കേഷനായിട്ട് വെച്ചിട്ട് അത് സെലക്ട് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അത് ഉദ്യോഗാർത്ഥിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാതിരിക്കുന്നതാണ്. ആരുടെ പേഴ്സണൽ ഡീറ്റെയിൽസും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണിക്കാതിരിക്കുക. പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഷെയർ ചെയ്യുന്നതായിട്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ എന്തായാലും ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഹയർ ക്വാളിഫിക്കേഷൻ ഏതാണോ നിങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അഡീഷണൽ ഡിക്ലറേഷൻ. ആ ഒരു കാര്യം നിങ്ങൾക്ക് സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം. നമ്മൾ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞാണ് 7ാം ക്ലാസ്സും സൈക്കിൾ ഓടിക്കാൻ അറിയലുമാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയും അഡീഷണൽ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളിവിടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യണം, അതുപോലെ തന്നെ താലൂക്ക് സെലക്ട് ചെയ്യണം. അത് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റും നിങ്ങളുടെ താലൂക്കും എക്സാം സെൻറ്റർ പ്രിഫറൻസ് ആയിട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ അങ്ങനെ സെലക്ട് ചെയ്താൽ വീണ്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ഒരു ഓക്കെ ബട്ടൺ വന്നിട്ടുണ്ട്. അത് നമ്മൾ നോർമലി പോയിട്ട് ഓക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അവിടെ ഓക്കെ ആവത്തില്ല, കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മൗസ് ക്രൂസർ, ഈ ഒരു മൗസ് ടച്ച് പാഡ് യൂസ് ചെയ്തുകൊണ്ട് ഓക്കെ കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. അവിടെ ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്, അത് ടിക്ക് ചെയ്യുക. പിന്നെ പ്രിവ്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. സോ ഇതിൻ്റെ മുകളിലായിട്ടുള്ളത് പ്രിവ്യൂ ആപ്ലിക്കേഷനാണ്. അതായത് ഇത്ര നേരം നമ്മൾ അപേക്ഷ സമർപ്പിച്ചതിൻ്റെ ഡീറ്റെയിൽസാണ് മുകളിൽ ഒട്ടാകെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഉദ്യോഗാർത്ഥിൻ്റെ ഡീറ്റെയിൽസാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അപേക്ഷ സബ്മിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു ഓക്കെ ബട്ടൺ വരും, അത് നിങ്ങൾ ഓക്കെ ചെയ്താൽ മതി. ഇവിടെ ഞാൻ സബ്മിറ്റ് ചെയ്യുകയാണ്, സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ടച്ച് പാഡ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടച്ച് പാഡ് യൂസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ അപേക്ഷ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കുന്ന മനസ്സിലായിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേർക്ക് PSCക്ക് അപേക്ഷിക്കുന്ന അറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും SSC RRB ഒക്കെ ഫീൽഡ് നോക്കുന്നവരാണ് നമ്മുടെ കൂട്ടത്തിൽ കൂടുതലും ഉള്ളത്. PSC നോക്കുന്നവരില്ല എന്നല്ല. അതുകൊണ്ട് തന്നെ PSCൻ്റെ അപേക്ഷയും കാര്യങ്ങളൊക്കെ ചിലവർക്കെങ്കിലും സംശയം ഉണ്ടാകും. അതുകൊണ്ട് ചെയ്ത വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.